അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ഇറാത്തല്ല, ഇൻഷാ അല്ലാഹ് കേൾക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അറിവെത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു തആല ഞാൻ പറയുന്നതിനെ നിങ്ങൾ കേൾക്കുന്നതിനെ സ്വാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്ന അറിവുകളൊക്കെ ജീവിതത്തിൽ പുലർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ജനാധിപത്യത്തിൻ്റെ കരുത്ത് തെളിയിക്കാനുള്ള, നമ്മുടെ സമ്മതിദായാവകാശം ഉപയോഗിക്കാനുള്ള വോട്ട് ദിവസമാണ് ഇന്നലെ. ഈയൊരു സമയത്ത് ഇങ്ങനെ നമ്മൾ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ രാഷ്ട്രീയം പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് അതിനെ വഷളാക്കാനോ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ടാകും, അവരുടെ കാഴ്ചപ്പാടുണ്ടാകും. എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു വോട്ടുമായി ബന്ധപ്പെട്ട ചെറിയൊരു മസാല പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ആരും വിചാരിക്കേണ്ട ഇത് രാഷ്ട്രീയം പറയാണ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നല്ല വിചാരത്തോടെ വിചാരണ ചെയ്ത് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്നു വെച്ചാൽ നമ്മളൊക്കെ ഉളു എടുത്ത് നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ പൊതുവെ വരുന്നൊരു ചോദ്യമാണ്, ഈ വോട്ടിംഗ് മെഷീൻ പുരട്ടിയാൽ ഉളു ചെയ്യുമ്പോൾ വെള്ളം ചേരുമോ, അല്ലെങ്കിൽ അങ്ങനെ ഉളു എടുത്താൽ ഉളു ശരിയാകുമോ, നിസ്കാരം ശരിയാകുമോ എന്നുള്ളത്. അപ്പം ഉത്തരം സിമ്പിളാണ്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വിരൽ പൊട്ടുന്ന മഷി ഉണ്ടല്ലോ, അത് അവയവത്തിൽ വെള്ളം ചേരാൻ തടയുന്ന ഒരു മറയല്ല. കാരണം അതിൽ ചുരണ്ടിയാൽ വേറിട്ട് വരുന്ന തടിയില്ല. അതൊരു തരം ആസിഡ് പോലെയുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അതോടുകൂടി ഉളുവും കുളിയും എന്താകുന്നതാണ്, ശരിയാകുന്നതാണ്. ഒരു പ്രശ്നവുമില്ല. അപ്പം അങ്ങനെ ഉളു എടുത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാണ്. അതേപോലെ തന്നെ വലിയ ശുദ്ധി ഉള്ള ആൾക്കാർ കുളിച്ചാൽ ആ കുളിയും ശരിയാണ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പഠിക്കുന്നതൊക്കെ പുലർത്താനും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.